നിങ്ങൾക്ക് എന്ത് തൗഹീദാണുള്ളത്? നിങ്ങൾക്ക് എന്ത് ഉമർ മൗലവിയെ പറ്റി മിണ്ടാൻ പറ്റും? നിങ്ങൾക്ക് അമാനി മൗലവിയെ തൊടാൻ കഴിഞ്ഞു? നിങ്ങൾക്ക് മൂസ മൗലവി മിണ്ടിയോ? നിങ്ങൾ ഉമർ മൗലവിയും തോട്ടിലെറിയേണ്ടി വരും. മാത്രവുമല്ല, നിങ്ങൾ പറയണം, ഉമർ മൗലവി അന്ധവിശ്വാസിയാണോ? ഉമർ മൗലവി ജൂതനാണോ? ആണോ? നിങ്ങൾ എന്താ ഇവിടെ പറഞ്ഞത്? സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ജൂതന്മാരുടെ വിശ്വാസമാണെന്നല്ലേ നിങ്ങൾ ഇവിടെ പറയേ? അമാനി മൗലവി ജൂതനാണോ? ഉമർ മൗലവി ജൂതനാണോ? അതുപോലെ തന്നെ മൂസ മൗലവി അബ്ദുസ്സലാം സുല്ലമിയുടെ പിതാവ് റഹിമഹുല്ലാ, അദ്ദേഹം ജൂതനാണോ? എന്താണ് നിങ്ങൾ മിണ്ടാത്തത്? എന്താ മിണ്ടാത്തത്? നിങ്ങൾ മുഅ്തസിലിയാക്കളാണ്. നിങ്ങൾ ചേകനൂരിസത്തിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ തനിച്ച നിഷേധികളാണെന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. മനസ്സിലായില്ലേ? മുഅ്തസിലിയാക്കളുടെ തെളിവങ്ങൾക്കുള്ളത്, ചേകനൂരികളുടെ തെളിവങ്ങൾക്കുള്ളത്. ഇനി മാത്രമല്ല, CN അഹമ്മദ് മൗലവിയുടെ ബുഖാരി പരിഭാഷയും അബ്ദുസ്സലാം സുല്ലമിയുടെ ബുഖാരി പരിഭാഷയും നിങ്ങളൊന്ന് താരതമ്യം. എന്ത് വ്യത്യാസമായിട്ടുള്ളത്? CN അഹമ്മദ് മൗലവി ദജ്ജാൽ നിഷേധിക്കുന്നു, സലാം സുല്ലമി ദജ്ജാൽ നിഷേധിക്കുന്നു. CN അഹമ്മദ് മൗലവി കണ്ണേർ നിഷേധിക്കുന്നു, സലാം സുല്ലമി അതുപോലെ തന്നെ കണ്ണേർ നിഷേധിക്കുന്നു. മിണ്ടിയിട്ടില്ല, മിണ്ടണം നിങ്ങൾ. ഇപ്പൊ ഉമർ മൗലവി ജൂതനാണോ എന്നറിയണം. ഉമർ മൗലവിയെ കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചോദിച്ച ചോദ്യത്തിന് ഇതുവരെയും നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല. ബിദ്അത്ത് ലഈഫാണെന്ന് ഖുനൂത്ത് ബിദ്അത്താണ് എന്ന് പറയാൻ, അത് മുറിച്ചു പറയാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് എഴുതിയിരിക്കുന്ന ഉമർ മൗലവിക്ക് വ്യതിയാനമുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് അന്ന് പറഞ്ഞില്ല, ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല. അതിന് ഉത്തരം എന്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അബ്ദുസ്സലാം സുല്ലമി എഴുതിയിരിക്കുന്ന ബുഖാരിയുടെ പരിഭാഷ എന്നാണ് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഇവർ ഹദീസ് നിഷേധം എന്ന പേരിൽ എടുത്തുദ്ധരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരിഭാഷയുടെ ആദ്യ ഭാഗം ഇറങ്ങുന്ന ആ ഭാഗമാണിത്. ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ 986 ഇതിന്റെ പരിഭാഷ ഇറങ്ങുമ്പോ, ബുഖാരിയുടെ പരിഭാഷ ഇറങ്ങുമ്പോ, അന്ന് കേരള നദ്വത്തുൽ മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് മൗലവിയാണ്. അന്ന് സെയ്ദ് മൗലവി ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ തന്നെ പ്രമുഖരായ ഉമർ മൗലവിയോടൊക്കെയുള്ള പ്രമുഖരായ നമ്മുടെ പണ്ഡിതന്മാരെല്ലാം ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ ആ 986 ഇറങ്ങിയിരിക്കുന്ന ഈ പരിഭാഷയിൽ നിന്ന് 999 വരെ 2002 വരെ ഒരാളും ഒരു ഹദീസ് നിഷേധ ആരോപണവും ഉന്നയിച്ചിട്ടില്ല. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ നിങ്ങൾ പറയുന്ന പോലെ AP വിഭാഗമെന്നോ മടൂർ വിഭാഗമെന്നോ ജിന്നു വിഭാഗമെന്നോ മുജാഹിദുകൾ തിരിഞ്ഞിട്ടില്ല. അന്ന് മുജാഹിദ് പ്രസ്ഥാനം ഒറ്റക്കെട്ട, ഒരൊറ്റ മുജാഹിദ് പ്രസ്ഥാനമേ ഉള്ളൂ. എങ്കിൽ സലാം സുല്ലമി എഴുതിയിരിക്കുന്ന ഈ സംഗതികൾക്ക് ഒറ്റക്കെട്ടായി നിന്ന മുജാഹിദ് പ്രസ്ഥാനം ബാധ്യതപ്പെട്ടതല്ലേ? അവരെ കുറിച്ച് നിങ്ങൾ ഹദീസ് നിഷേധം ആരോപിക്കുമോ? KPക്കെതിരെ ആരോപിക്കുമോ? അതല്ല സെയ്ദ് മൗലവിക്കെതിരെ ആരോപിക്കുമോ? ഉമർ മൗലവിക്കെതിരെ ആരോപിക്കുമോ? ആ ആരോപണം എങ്ങനെയായിരിക്കും? അബ്ദുസ്സലാം സുല്ലമിയാണ് ഇവരുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുടെയും കടക്കൽ കത്തിവെക്കുവാൻ ഏറ്റവും അധികം ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹത്തോടുള്ള വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ കട്ടുമുറിച്ച് അടർത്തിയെടുത്ത് അങ്ങനെ അദ്ദേഹത്തെ ഹദീസ് നിഷേധിയാക്കുവാനുള്ള ഗൂഢമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് നേരത്തെ ഇവിടെ അബ്ദുസ്സലാം സുല്ലമിയുടെ ഈ തൗഹീദിൽ വന്നിരിക്കുന്ന ഒരു പരാമർശം. നിങ്ങൾ ഖുർത്തുബിന വായിച്ച ഖുർത്തുബിനയിലില്ല, കത്താബിന്നാണ്. അതാണെങ്കിലോ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഫത്തുൽ ബാരിയിലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതേ പേജിൽ 529 പേജിലെ വിഷയമുണ്ട്. വേണമെങ്കിൽ കൈ തരാൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ. വായിക്കാൻ ഈ സമയം പോരാ, നിങ്ങൾക്ക് തരാ, വായിച്ചോളി. അപ്പോ നിങ്ങൾ ഇവിടെ പോലും കോട്ടിമാട്ടലുകളും കളവുകളും നടത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അബ്ദുസ്സലാം സുല്ലമിക്കെതിരെ നിങ്ങൾ എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ ഈ നിലക്കുള്ള കളവുകളും വഞ്ചനകളുമാണ് എന്ന് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായൊരു തീരുമാനം, ഞാൻ ഈ രണ്ട് സംഗതികളും മധ്യസ്ഥന്റെ കൈ തരാം, അദ്ദേഹം തീരുമാനമെടുക്കട്ടെ. ആ വിഷയത്തിൽ തീരുമാനമെടുക്കാതെ അബ്ദുൽ മാലിക് ഈ വിഷയത്തിൽ ഇടപെടുന്നത് ശരിയല്ല. കാരണം അദ്ദേഹം പെരും കള്ളനാണ്. ആ കള്ളത്തിരമ്പിയുടെ പൊളിയുകയാണ്. അതുകൊണ്ട് മധ്യസ്ഥന്റെ കയ്യിൽ സലാം സുല്ലമിയുടെ പുസ്തകം ഞാൻ തരാം, അതുപോലെ തന്നെ അബ്ദുൽ മാലിക് എഴുതിയിരിക്കുന്ന ലേഖനത്തിന്റെ ഒറിജിനൽ കോപ്പിയും തരാം. അദ്ദേഹം നോക്കട്ടെ, പരിശോധിക്കട്ടെ, തീരുമാനമാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. അല്ല, ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് ബാക്കി തുറന്നാൽ മതി. ഈ കളവ് പറയുന്ന ആൾക്കാരുടെ മുന്നോട്ടാൻ പറ്റില്ല. അല്ല, അത് പറ്റില്ല. മധ്യസ്ഥൻ ഇങ്ങനെ കളവ് പറയുന്ന മധ്യസ്ഥനെ വായിച്ചിട്ട് തീരുമാനാക്കണം. മധ്യസ്ഥന് വായിച്ചിട്ട് തീരുമാനമാക്കണം. ഈ വിഷയത്തിൽ മധ്യസ്ഥൻ തീരുമാനമുണ്ടാക്കണം. മധ്യസ്ഥൻ വായിച്ചു പറയട്ടെ, മധ്യസ്ഥന് വായിച്ചു പറയട്ടെ. ഇല്ലാന്ന് പറഞ്ഞോട്ടെ, പറ്റൂല. അല്ല, ഇങ്ങനെ കളവ് പറയുന്ന ഒരാളുടെ കാര്യത്തിൽ മധ്യസ്ഥൻ തീരുമാനം എടുക്കട്ടെ.
സദസ്സിലുള്ള ആളുകൾ ഒരിക്കലും തന്നെ യാതൊരു കാരണവശാലും വികാരഭരിതരാകാതിരിക്കുക. അബൂബക്കർ മദനി ഉണ്ടല്ലോ, അദ്ദേഹം പറയട്ടെ. ആരോപണം മധ്യസ്ഥന്മാർ മുഖവിലക്കെടുത്ത് നോക്കിയിട്ട് ഇവിടുന്ന് പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ശാന്തമായിരിക്കണം പറയാം. എനിക്കൊരു അവസരം കൂടി നിങ്ങൾക്കുള്ള അവസരം തരും, മധ്യസ്ഥൻ ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കിയ ശേഷം. അതിനു മുമ്പ് നിങ്ങൾക്ക് അവസരം തരില്ല. നിങ്ങൾക്ക് അവസരം തരണമെങ്കിൽ ഈ വിഷയത്തിൽ മധ്യസ്ഥൻ സംസാരിക്കട്ടെ. മധ്യസ്ഥൻ സംസാരിക്കാൻ പാടില്ല. മധ്യസ്ഥന്മാരായ ഞങ്ങളുടെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കണം. കഴിഞ്ഞ ആഴ്ച വളരെ ഭംഗിയായിട്ട് നമ്മളത് കൊണ്ടുപോയതാണ്. ഞാൻ നിങ്ങൾക്ക് അവസരം തരാം, പക്ഷെ മധ്യസ്ഥന വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കണം. ഈ സംവാദം ഭംഗിയായി നടക്കുവാൻ ഇരുവിഭാഗം പണ്ഡിതന്മാരുടെയും പൂർണ്ണമായ സഹകരണം ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ സംസാരിക്കേണ്ടത് മധ്യസ്ഥന്മാരാണ്. ലത്തീഫ് മൗലവി ഇരിക്കണം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ശാന്തമായിരിക്കണം. മധ്യസ്ഥന്മാർ തീരുമാനമാക്കിയതിന് ശേഷം മധ്യസ്ഥന്മാർ തീരുമാനമാക്കും അവിടെ ഇരിക്കണം. എല്ലാരും ഇരിക്കും. ഒരാൾ എഴുന്നേൽക്കരുത്. ലത്തീഫ് മൗലവിയും ഇരിക്കണം, സലഫി ഇരിക്കണം, രണ്ടാളും ഇരിക്കണം. ഈ വിഭാഗത്തിന് ഒരു ചാൻസ് കൂടി ഉണ്ടല്ലോ. അബ്ദുൽ ലത്തീഫ് ഒരു ചാൻസ് അല്ല, പല ചാൻസും കൊടുക്കും. ഇപ്പോൾ ആരോപിച്ചിട്ടുള്ള ഈ വിഷയമുണ്ടല്ലോ, ഈ മധ്യസ്ഥന്മാരുടെ മുമ്പിൽ വന്നിട്ടുള്ള ഈ വിഷയം ധൈര്യമായിട്ടും അത് നോക്കി പരിശോധിച്ചതിന് ശേഷം 10 മിനിറ്റല്ല, അരമണിക്കൂറല്ല, ബാക്കി വൈകുന്നേരം വരെ തുടരാം. ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് നേരെ ആക്രോശിച്ചു വന്ന ആളുകൾ വളരെ ഭയാനകമായ ഒരു വിഷയമാണ് ഈ വന്നിട്ടുള്ളത്. ഇവിടെ സലാം സുലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നേതാക്കന്മാർ ഈ കാലഘട്ടത്തിലെ ഇത്രയും അധികാരന്മാരായ നേതാക്കന്മാർ ഇത്രയും കാലം ഒരു ആക്ഷേപം ഉന്നയിക്കാതെ എല്ലാവരും ആ പണ്ഡിതരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുകയും അദ്ദേഹത്തെ വിളിക്കുകയും തേടുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആരും ഒരു കുട്ടിയും ആര് പറഞ്ഞാലും മാറിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? 10 മിനിറ്റ് കൂടി എനിക്ക് സംസാരിക്കാൻ അനുവാദം തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞാൻ എഴുതിയത് നിങ്ങൾക്ക് പേടി. നിങ്ങൾ വറച്ചിട്ട് കാര്യമില്ല. വറക്കണ്ട നിങ്ങള്. ഞാൻ 10 മിനിറ്റ് കൂടി സംസാരിച്ചാൽ നിങ്ങളെ ഉള്ള ആപ്പിലാകും. നിങ്ങൾ ആപ്പിലാകും. മധ്യസ്ഥന്റെ അകത്ത് വരണം. എനിക്ക് 10 മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എനിക്ക് 10 മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എനിക്ക് 10 മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? 100 മിനിറ്റ് തരാൻ ധൈര്യമുണ്ട്. പക്ഷേ മധ്യസ്ഥൻ ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കിയേ മതിയാകൂ. ഇതാണ് ഇതാണ് ഖുറാഫി തന്ത്രം. ഇതാണ് ഖുറാഫി തന്ത്രം. ഇതാണ് ഖുബൂരിസം. ഇതാണ് ഖുറാഫി തന്ത്രം. ഉത്തരം മുട്ടുമ്പോൾ ഞാൻ കളവല്ല. കളവല്ല. വെച്ച് പോകാൻ പറ്റില്ല. ഞാൻ മിനിറ്റ് തരാം. ഞാൻ 100 മിനിറ്റ് തരാം. 10 മിനിറ്റ്. ധൈര്യമുണ്ടോ? പക്ഷേ മധ്യസ്ഥ